ഹലോ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാവരും ഗോവിന്ദിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് നിൽക്കും. പക്ഷേ ഗോവിന്ദിനെ കാണുന്നില്ല. അപ്പോൾ രാധികാമ്മ പറയുകയാണ് എല്ലാവരോടത്തും പറഞ്ഞേക്കും ബർത്ത്ഡേ ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞേക്കാൻ പറയണം കേട്ടോ. എന്നിട്ട് പറയുകയാണ് ഇത്രയും സമയം നമ്മൾ നോക്കി നിന്നില്ലേ, മതി, അതിഥികളെയൊക്കെ പറഞ്ഞു വിട്ടേക്കെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ വരുൺ പറയാണ് അവർക്കുണ്ടാക്കിയ ഫുഡൊക്കെ കുഴി കുത്തി മൂടുക, എന്നിട്ട് ആഘോഷങ്ങൾക്ക് വേണ്ടി ചെയ്ത അലങ്കാരങ്ങളൊക്കെ വലിച്ചു പറിച്ച് കത്തിക്കുന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് രാധികാമ്മ. പെട്ടെന്ന് ഒരു കാറിൻ്റെ ഹോണടി കേട്ടിട്ട് പ്രിയ ഓടി ചെല്ലുവാണ് കേട്ടോ. നോക്കുമ്പോൾ ഗോവിന്ദിൻ്റെ കാറാണ് വരുന്നത്. പ്രിയ പറയാണ് ഇതേ ഏട്ടൻ എത്തി എന്ന് പറഞ്ഞ് സന്തോഷിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഗോവിന്ദ് കാറിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ നോക്കുമ്പോൾ വീടിനകത്ത് ഫുള്ള് ആളുകളുണ്ട്. അപ്പോൾ എല്ലാവരും എന്താ വന്നേക്കുന്നതെന്ന് കുറച്ച് ടെൻഷൻ അടിച്ച് ഗോവിന്ദ് ഇങ്ങനെ മേളിലേക്ക് കയറി ചെല്ലുവാണ് കേട്ടോ. അപ്പോൾ അജാസിനെ വിളിച്ചിട്ട് ഗോവിന്ദ് ചോദിക്കുകയാണ്, എടാ എന്താ ഇവിടെ സംഭവം, എന്താ ഇവിടെ നടക്കുന്നത്, അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അജാസ് പറയുന്നുണ്ട് അതൊന്നല്ല, ടെൻഷനൊന്നും അടിക്കണ്ട, ആർക്കും ഒരു കുഴപ്പമില്ല, ഗോവിന്ദിന് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ഒരു ആഘോഷം നടത്തുകയാണെന്ന് പറയാണ്. അപ്പോൾ ഗീതുവിൻ്റെ അച്ഛൻ ഓടി വന്നിട്ട് പറയാണ് മരുമോൻ്റെ ബർത്ത്ഡേ ആഘോഷം നടത്താണ് ഞങ്ങൾ ഇവിടെയെന്ന് പറഞ്ഞ് വെടിക്കെട്ട് എടുക്കടാന്നൊക്കെ പറഞ്ഞ് മത്തപ്പും പുത്തിരിയൊക്കെ കത്തിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കണ്ട് സന്തോഷിക്കുകയാണ് ഗോവിന്ദ്. അങ്ങനെ എല്ലാവരും വന്നിട്ട് ബർത്ത്ഡേ വിഷസ് പറയുന്നുണ്ട്. അതിനിടയിൽ രാധികാമ്മ വന്നിട്ട് ഉമ്മയൊക്കെ കൊടുത്തിട്ട് രാധികാമ്മയും പറയുന്നുണ്ട് ബർത്ത്ഡേ വിഷസ്. അപ്പോൾ രാധികാമ്മയുടെ അടുത്ത് താങ്ക്സ് അമ്മ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ എല്ലാവർക്കും തിരിച്ച് റിപ്ലൈ ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ ഗോവിന്ദ്. ഇതിനിടയ്ക്ക് ഗോവിന്ദ് ഇങ്ങനെ പറയാണ്, അയ്യോ എൻ്റെ കൂടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് കാറിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ട് വിളിക്കുകയാണ്, രഞ്ജു നീ എന്താ അവിടെ നിൽക്കുന്നേ, കയറി വന്ന് പറയാണ് കേട്ടോ. രഞ്ജു ഇങ്ങനെ ഒരു ബാഗൊക്കെ ആയിട്ട് അറക്കൽ വീട്ടിലേക്ക് കയറി വരുവാണ്. എല്ലാവരും രഞ്ജുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ് ഇതാരാണെന്നുള്ള മട്ടിൽ. അങ്ങനെ നല്ല സ്റ്റൈലായിട്ടാണ് കേട്ടോ രഞ്ജു അറക്കലിലേക്ക് ഇങ്ങനെ കയറി വരുന്നത്. അപ്പോൾ വരുൺ പറയുന്നുണ്ട്, രാധികമ്മയുടെ അടുത്ത് പറയാണ്, അമ്മ ഇവളാണ് ഓഫീസിൽ വന്ന് ബഹളം ഉണ്ടാക്കിയത്. രേഖയൊക്കെ നോക്കി അന്ന് വിട്ടിങ്ങനെ നോക്കുവാണ് കേട്ടോ രഞ്ജുവിനെ തന്നെ. എല്ലാവരും നോക്കുവാണ് ഇവൾ ഓഫീസിൽ വന്ന് ബഹളം ഉണ്ടാക്കിയതാണല്ലോ എന്നുള്ള രീതിയിലാണ് എല്ലാവരും നോക്കുന്നത്. എന്നിട്ട് വേഗം തന്നെ രഞ്ജുവിനെ എല്ലാവരെയും പരിചയപ്പെടുത്താണ് കേട്ടോ ഗോവിന്ദ്. ഇതെൻ്റെ ഫ്രണ്ടാണ് രഞ്ജു, ഇവളിവിടെ കുറച്ച് ദിവസം കാണുമെന്നൊക്കെ പറയാണ്. ഇപ്പോൾ രഞ്ജു പറയാണ്, ഗോവിന്ദേട്ടൻ പറഞ്ഞ് എനിക്ക് വീട്ടിലെ എല്ലാവരെയും അറിയാം. പെട്ടെന്ന് പ്രിയ ഓടി വന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ രഞ്ജു പറയുന്നുണ്ട്, എനിക്കറിയാം പ്രിയമോളല്ലേ. അപ്പോൾ പ്രിയം ഇങ്ങനെ അതിശയത്തോടെ നോക്കുവാണ് നമ്മുടെ രഞ്ജുവിനെ. എല്ലാവരുടെയും പേരെടുത്ത് ഇങ്ങനെ പറയാണ് കേട്ടോ രഞ്ജു. എല്ലാവരും ഇങ്ങനെ അതിശയത്തോടെ ഇവർക്ക് ഇങ്ങനെ ഞങ്ങളുടെ പേരൊക്കെ അറിയാമെന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ട്. എന്നിട്ട് ഗോവിന്ദ് പറയാണ് രഞ്ജുവിന് ഇവിടുത്തെ ഗസ്റ്റ് റൂമിലേക്ക് ആക്കാൻ പറയുകയാണ് കേട്ടോ. അങ്ങനെ രഞ്ജുവിൻ്റെ ബാഗൊക്കെ എടുത്തിട്ട് കാഞ്ചന ഗസ്റ്റ് റൂം കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്. എല്ലാവരും ഗോവിന്ദിനോട് ചോദിക്കുന്നുണ്ട് ഇവരാരാ സാർ എന്നൊക്കെ അജാസും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അജാസിനോട് പറയണ്ടേ ഞാൻ പറയുന്ന അങ്ങോട്ട് വിശ്വസിച്ചാൽ മതിയെന്ന്. അപ്പോൾ രഞ്ജുവിൻ്റെ അടുത്ത് ഗോവിന്ദ് പറയാണ്, അല്ലെങ്കിൽ വേണ്ട നമുക്ക് കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് റൂമിലേക്ക് പോകാം, ആദ്യം ഫംഗ്ഷൻ കഴിയട്ടെ എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ രഞ്ജുവിനെയും കൂട്ടിക്കൊണ്ട് ഗോവിന്ദ് അറക്കൽ വീട്ടിലേക്ക് കയറുവാണ്. വീടിനകത്തേക്ക് കയറാൻ നേരത്തെ ഇങ്ങനെ രഞ്ജു ഗോവിന്ദിൻ്റെ കയ്യിൽ പിടിച്ചിട്ടാണ് കേട്ടോ കയറുന്നത്. വീടിനകത്തേക്ക് കയറാൻ നേരത്തെ ഇങ്ങനെ കൈ കോർത്ത് പിടിക്കുകയാണ് കേട്ടോ ഗോവിന്ദിൻ്റെ രഞ്ജു. അടുത്ത സീനിൽ കാണിക്കുന്നത് ഇങ്ങനെ ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്ന നമ്മുടെ ഗീതുവിനെയാണ്. അപ്പോൾ ഗീതുവിൻ്റെ അടുത്തേക്ക് രേഖ ഓടി വരാണ്. ഗീതു ആകെ കുഴപ്പമായി, നിനക്ക് അമ്മാടെ കെട്ടിപ്പെട്ടി കൊണ്ടുവന്ന പെണ്ണില്ലേ അവളെ കൂട്ടിയിട്ട് ഗോവിന്ദ് വന്നേക്കുന്നതെന്ന് പറയാണ് കേട്ടോ. ഇത് കേട്ട് ഗീതു ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. ഗീതു ഇങ്ങനെ ഓർക്കാണ് രഞ്ജു പൂ കൊടുത്തതും ഗോവിന്ദിന് കിസ് ചെയ്തതും എല്ലാം ഇങ്ങനെ ഓർത്തെടുക്കുവാണ് കേട്ടോ. ഇപ്പോൾ രേഖ പറയാണ് അവളുടെ പേര് രഞ്ജു എന്ന്, അവളിവിടെ കുറച്ച് ദിവസം കാണുന്നതൊക്കെയാണ് ഗോവിന്ദേട്ടൻ പറയുന്നത്. ഇത് കേട്ട് ഗീതു വന്നിട്ട് ഓരോന്നോർത്ത് ഇങ്ങനെ കരഞ്ഞ് തളർന്ന് ബെഡിലേക്ക് ഇരിക്കുമ്പോൾ രേഖ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ഗീതു, നിനക്ക് എന്താ പറ്റിയെന്ന്. അപ്പോൾ ഗീതു പറയാണ് ഇന്ന് ഉച്ച മുതൽ എന്നെ കരയിപ്പിക്കുന്നത് അവളാ. ഇന്ന് കണ്ണേട്ടൻ്റെ ബർത്ത്ഡേ ആണെന്ന് രാധികമ്മയിൽ നിന്ന് അറിഞ്ഞപ്പോൾ ആദ്യമായിട്ട് കണ്ണേട്ടനെ വിഷ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് ഞാനാ. ഇതിന് വേണ്ടിയിട്ടല്ല ചുരുക്കി ഞാൻ കണ്ണേട്ടനെ ഹോട്ടലിലേക്ക് കൊണ്ടുപോയത്. പക്ഷേ എൻ്റെ എല്ലാ പ്രതീക്ഷകളും തകർത്തുകൊണ്ട് രേഖച്ചി ഇപ്പോൾ പറഞ്ഞ രഞ്ജുവില്ലേ, എൻ്റെ എല്ലാ പ്രതീക്ഷകളും തകർത്ത് അവൾ ആദ്യമായിട്ട് ബർത്ത്ഡേ വിഷസ് പറഞ്ഞ കണ്ണേട്ടനെ കിസ് ചെയ്തു. എന്നിട്ട് എൻ്റെ മുമ്പിൽ വെച്ചിട്ട് കണ്ണേട്ടനെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ രേഖ പറയാണ് എന്ന് കരുതി ഗോവിന്ദേട്ടനോടുള്ള ഇഷ്ടം നിനക്ക് മാറ്റി വെക്കാൻ പറ്റുമോ, മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ നിനക്ക്. അപ്പോൾ നമ്മുടെ ഗീത ഇങ്ങനെ ദൃഢനിശ്ചയത്തോടുകൂടി പറയാണ്, ഇല്ല പറ്റില്ല, എൻ്റെ കണ്ണേട്ടനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, കണ്ണേട്ടനെ ഹൈജാക്ക് ചെയ്യാൻ ഞാൻ ഒരിക്കലും ആരെയും അനുവദിക്കില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് എന്തോ മനസ്സിൽ ഉറപ്പിച്ച പോലെ ഗീതു ഇങ്ങനെ പുറത്തേക്ക് പോവാന്ന് പറഞ്ഞ്. അടുത്ത സീനിൽ കാണിക്കുന്നത് കേക്ക് കട്ടിങ് ആണ് കേട്ടോ. ഗോവിന്ദ് ഇങ്ങനെ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ്. എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. ഗോവിന്ദിൻ്റെ വലതുവശത്ത് പ്രിയയും ഇടതുവശത്ത് രഞ്ജു നിൽക്കുന്നുണ്ട് കേട്ടോ. ഗീതു വരുന്നതൊന്നും വെയിറ്റ് ചെയ്യാതെ നമ്മുടെ ഗോവിന്ദ് കേക്ക് കട്ട് ചെയ്യാണ്. ഇത് കണ്ടുകൊണ്ടാണ് കേട്ടോ ഗീതു ഇറങ്ങി വരുന്നത്. ഗീതു എവിടെയെന്നോ ഗീതുവിനെ അന്വേഷിക്കുകയൊന്നും ചെയ്യുന്നില്ല കേട്ടോ ഗോവിന്ദ്.
ആദ്യത്തെ പീസ് കേക്ക് എടുത്തിട്ട് ഗോവിന്ദ അമ്മയ്ക്ക് നേരെ നീട്ടിയിട്ട് അമ്മ വാ എന്ന് പറയുവാണ് കേട്ടോ. പെട്ടെന്ന് രാധികമ്മ കേക്ക് കഴിക്കാനായിട്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴേക്കും നമ്മുടെ ഗോവിന്ദിന് കേക്ക് എടുത്ത് കൊടുക്കുവാണ് രഞ്ജു. ഇത് കണ്ട് എല്ലാവരും അതിശയത്തോടെ നോക്കുവാണ് കേട്ടോ. ഗോവിന്ദ് അപ്പോൾ തിരിച്ചും കയ്യിലിരുന്ന് കേക്ക് എടുത്ത് രഞ്ജുവിന് കൊടുക്കുവാണ്. അങ്ങനെ അവർ പരസ്പരം കേക്ക് കൈമാറി കഴിക്കുവാണ് കേട്ടോ. ഇത് കണ്ട് വിഷമിച്ച് നിൽക്കുവാണ് ഗീതു. എന്നിട്ട് ഗീതു രേഖയോട് പറയാണ്, ഇത് കാണാനാണ് രേഖച്ചി എന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. അപ്പോൾ രേഖ പറയാണ്, നമ്മൾ ഹൈജാക്ക് ചെയ്ത ഗോവിന്ദേട്ടൻ്റെ ബർത്ത്ഡേ അവൾ സ്വന്തമാക്കി. എല്ലാവരുടെയും മനസ്സിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ, ഇവള് ആരാണെന്നും ഇവളെ എന്തിനാ ആദ്യം തന്നെ കേക്ക് കൊടുക്കാൻ കാരണം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എല്ലാവരും. ഗീതു അല്ലേ ആദ്യം കഴിക്കേണ്ടത്, എന്നിട്ട് എന്താ രഞ്ജുവിന് കേക്ക് കൊടുത്തതെന്നൊക്കെ ഇങ്ങനെ എല്ലാവരും പിറുപിറുക്കുവാണ് കേട്ടോ. പക്ഷെ ഇപ്പോഴും ഗോവിന്ദ് ഗീതുവിനെ അന്വേഷിക്കുന്നില്ല കേട്ടോ. ഗോവിന്ദിന് എന്നിട്ട് പ്രിയയും കേക്ക് കൊടുക്കുന്നുണ്ട്. പ്രിയക്ക് തിരിച്ചും ഗോവിന്ദ് കേക്ക് കൊടുക്കുന്നു, വിനോദ് കൊടുക്കുന്നു. അങ്ങനെ വീട്ടിലുള്ള എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കേക്കൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഗോവിന്ദ് ഗീതുവിനെ മാത്രം അന്വേഷിക്കുകയോ നോക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഗീതു ഇതെല്ലാം കണ്ട് സങ്കടത്തോടെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവർണിക ചോദിക്കുന്നുണ്ട്, അയ്യോ ഗീതാഞ്ജലി എവിടെയാണ്? അപ്പോൾ അവർണികയുടെ അച്ഛൻ പറയുകയാണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ടാവില്ലെന്ന്. പക്ഷെ അതൊന്നും നമ്മുടെ ഗോവിന്ദ് കേൾക്കുന്നില്ല. അപ്പോൾ ഗോവിന്ദ് രാധികാമ്മേൻ്റെ ചോദിക്കുന്നുണ്ട്, അമ്മയെ രാധികാമ്മയുടെ അടുത്ത് ചോദിക്കുകയാണ്, അമ്മയെ കേക്ക് കഴിക്കുന്നില്ലേന്ന്. അപ്പോൾ രാധികാമ്മ പറയാണ്, എല്ലാവരുടെയും തിരക്ക് കഴിയട്ടെ എന്ന് ഓർത്തു എന്ന് പറഞ്ഞു. എന്നിട്ട് കൊടുത്ത കേക്ക് കഴിക്കാതെ ഗോവിന്ദിൻ്റെ കയ്യിലിരിക്കുന്ന കേക്ക് കൊടുത്തിട്ട് ഇപ്പം തന്നെ നിനക്ക് ഷുഗർ കൂടുതലാണെന്ന് പറയാണ് കേട്ടോ. രാധികാമ്മയ്ക്കും രഞ്ജുവിൻ്റെ പ്രവൃത്തിയൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അവരും ഇങ്ങനെ ഓരോന്നിങ്ങനെ നോക്കി കണ്ടുകൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ പെട്ടെന്ന് രഞ്ജു പറയാണ്, അല്ലെങ്കിലും ഗോവിന്ദേട്ടന് കുറച്ച് പഞ്ചാര കൂടുതലാണ്, എൻ്റെ പഞ്ചാരക്കുട്ടന് ഇത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കേക്ക് വാരി ഗോവിന്ദൻ്റെ മുഖത്ത് തേക്കാണ് കേട്ടോ. അപ്പോൾ ഗോവിന്ദൻ പെട്ടെന്ന് നമ്മുടെ രഞ്ജുവിനെ പിടിച്ച് കറക്കി വലിയ സന്തോഷത്തിൽ ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ അങ്ങോട്ട് അവക്കടെ മുഖത്തും കയ്യിലൊക്കെ ഇങ്ങനെ കേക്ക് വെച്ച് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുകയാണ്, മൂക്കത്തൊക്കെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരങ്ങനെ രണ്ടുപേരും കൂടി എൻജോയ് ചെയ്യുകയാണ്. ഇതെല്ലാം കണ്ട് ഒരു സൈഡിൽ മാറി നിന്ന് കരയുകയാണ് നമ്മുടെ ഗീതു. അപ്പോൾ അവർണിക പറയേണ്ടത്, ഗോവിന്ദ് സാറ് ഇത്രയ്ക്ക് സിമ്പിളാണെന്ന് എനിക്കറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ അതിശയത്തോടെ ഗോവിന്ദിനെ നോക്കുവാണ് കേട്ടോ. രേഖം വിഷമത്തോടെ ഗീതുവിനെ നോക്കുന്നുണ്ട്. ഗീതു വളരെയധികം സങ്കടത്തോടെ ഇങ്ങനെ കരയുവാണ് കേട്ടോ ഇതെല്ലാം കണ്ടുകൊണ്ട്. ഗീതു പറയാണ്, എനിക്കൊരു സങ്കടമില്ല രേഖേച്ചി, ഇത് ആഘോഷമല്ലേ. ഇതിനിടയിൽ രാധികാമ്മ ഇതൊന്നും കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ രാധികാമ്മയെ മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വരുണിനോട് പറയുന്നുണ്ട്, കണ്ണൻ്റെ കൂടെ വന്ന് ആ കോലയ്ക്കൊരു പെണ്ണിനെ എൻ്റെ കയ്യിൽ കിട്ടിയാലുണ്ട് 2 ഞാൻ കൊടുത്തേനെ. അപ്പോൾ വരുൺ പറയാണ്, അമ്മ ഒന്നും മിണ്ടാതിരിക്കും, നമുക്ക് അവസരം വരും. അതിനുശേഷം രഞ്ജു പറയാണ്, ബർത്ത്ഡേയുടെ ഭാഗമായിട്ട് നമ്മുടെ ഗോവിന്ദേട്ടൻ ഒരു പാട്ട് പാടും. അപ്പോൾ അവർക്ക് ചോദിക്കാൻ, ഗോവിന്ദ് സാറ് പാട്ട് പാടുമോ? പിന്നെ അല്ലാതെ 15 വർഷം ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ച ആളായത്. അപ്പോൾ ഗീതു ഇങ്ങനെ പറയാണ്, ഇവർക്ക് എങ്ങനെ ഇതൊക്കെ അറിയാം? അങ്ങനെ എല്ലാവരും ഗോവിന്ദിനെ നിർബന്ധിക്കുകയാണ് കേട്ടോ പാട്ട് പാടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ രഞ്ജും ഇങ്ങനെ ഇരുന്ന് ഗോവിന്ദിൻ്റെ അടുത്ത് പാടുന്നൊക്കെ പറയും, ഇങ്ങനെ കെഞ്ചുവാണ് കേട്ടോ, എനിക്ക് വേണ്ടിയിട്ട് പാടുന്നൊക്കെ പറയുകയാണേ. അപ്പോൾ ഗീതു പറയുന്നുണ്ട് അവൾക്ക് വേണ്ടിയിട്ട് ഗോവിന്ദേട്ടൻ പാടില്ല. അങ്ങനെ പറഞ്ഞ് നിർത്താല ഗോവിന്ദ് പറയാണ്, ഓക്കെ ഞാൻ പാടാമെന്ന്. ഇത് കേട്ട് വിഷമിക്കുവാണ് കേട്ടോ ഗീതുവിന് സങ്കടം കടിച്ചമർത്താൻ സാധിക്കുന്നില്ല. കണ്ണിനിങ്ങനെ കണ്ണുനീരൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവളിങ്ങനെ മാറി നിന്ന് നെഞ്ച് തകർന്ന് കരയുവാണ് കേട്ടോ. രേഖ വന്നിട്ട് പറയുകയാണ്, നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. ഇത് പറയാണ്, ഗോവിന്ദേട്ടൻ എന്തിനാ അവൾക്ക് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം രേഖ പറയാണ്, അതൊക്കെ നീ എന്തിനാ ചിന്തിക്കുന്നത്? അവളെ പോലെയാണോ? നീ ഗോവിന്ദേട്ടൻ്റെ ഭാര്യയല്ലേ, ആ അവകാശമാണ് നിൻ്റെ ബലം. നീ മാറി നിന്നാലേ അവൾ സ്കോർ ചെയ്യും, അതിലൊരു ചാൻസ് നമ്മൾ കൊടുക്കരുത്. അപ്പോൾ പെട്ടെന്ന് സങ്കടമൊക്കെ മാറ്റി വെച്ചിട്ട് ഗീതു പറയാണ്, അവൾ എവിടെ വരെ പോകുന്നു ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു അടിപൊളി സോങ്ങാണ് കേട്ടോ. ഗോവിന്ദ് ഇങ്ങനെ ഗോവിന്ദ എന്നുള്ള പാട്ടില്ലേ, ആ പാട്ടൊക്കെ പാടി ഇങ്ങനെ എല്ലാവരും ഡാൻസ് കളിക്കുന്നു, ഗോവിന്ദ് ഡാൻസ് കളിക്കുന്നു. ഇതിനിടയിൽ നമ്മുടെ ഗീതു നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങുന്നുണ്ട് കേട്ടോ. രഞ്ജുവും വന്ന് ഗോവിന്ദിൻ്റെ കൂടെ ഡാൻസ് കളിക്കുകയാണ്. അങ്ങനെ അറക്കൽ വീട്ടിലെ എല്ലാവരും ഡാൻസും പാട്ടും മേളും ഒക്കെയാണ് കേട്ടോ. അങ്ങനെ ഗീതുവിനെ പിടിച്ചിട്ട് രേഖ വന്നിട്ട് രേഖയും ഗീതുവും നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. അതിനിടെ കൂടെ രേഖേനെ തള്ളി മാറ്റിയിട്ട് രഞ്ജു കയറി സ്കോർ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മുടെ രഞ്ജുവും ഗീതുവും എല്ലാവരും അടിച്ച് പൊളിച്ച് ഡാൻസ് കളിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് നമ്മുടെ രഞ്ജുവിന് ഇങ്ങനെ തല കറങ്ങുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് രഞ്ജു ഇങ്ങനെ മാറി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പാട്ട് കഴിയുമ്പോൾ ഗീതുവിനെ എല്ലാവരും അഭിനന്ദിക്കുകയാണ് കേട്ടോ. ഡാൻസ് നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അഭിനന്ദിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ ഗീതു ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. ഗോവിന്ദനെ ശ്രദ്ധിക്കുമ്പോൾ ഗോവിന്ദനെ കാണുന്നില്ല. അപ്പോൾ അവളിങ്ങനെ നോക്കുമ്പോൾ ഗോവിന്ദ് ഇങ്ങനെ രഞ്ജുവിനെ താങ്ങി പിടിച്ച് പോകുന്ന സീനാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ ഗീതു അത് നോക്കി ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും എപ്പിസോഡ് തീരുവാണ്.